ഗർഭകാലം എന്നത് ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥയാണ്. ഭൂമിയിലെ മറ്റൊരു അനുഭവവും ഇതിനു പകരം വയ്ക്കാൻ കഴിയില്ല. ഗർഭാവസ്ഥ പരിപൂർണമാകുന്നത് കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ടാണ്. മാതാപിതാക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വിസ്മയകരവും ആഹ്ലാദകരവുമായ നിമിഷങ്ങളിലൊന്നാണ്. കുഞ്ഞിന്റെ ശോഭനമായ ഭാവിക്കും ആരോഗ്യത്തിനുമായി നിങ്ങൾ സ്വപ്നത്തിൽ പോലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെയും ഒപ്പം തന്നെ കുടുംബത്തിന്റെയും ഭാവി ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങളിലൊന്ന് പൊക്കിൾക്കൊടി രക്തബാങ്കിങ്ങിലൂടെ പൊക്കിൾക്കൊടി രക്തമൂലകോശങ്ങൾ സംരക്ഷിച്ചു വെക്കുകയാണ്. ജനിക്കുന്ന സമയത്ത് നവജാത ശിശുവിന്റെ പൊക്കിൾക്കൊടി അമ്മയുടെ ശരീരവുമായി ബന്ധിപ്പിക്കപ്പെട്ട നിലയിലായിരിക്കും. ഗർഭത്തിൽ ഉടനീളം ഈ പൊക്കിൾക്കൊടിയാണ് അമ്മയ്ക്കും കുഞ്ഞിനും ഇടയിലുള്ള പോഷകാഹാര മാർഗമായി വർത്തിക്കുന്നത്. പ്രസവത്തിന് ശേഷം ഈ പൊക്കിൾക്കൊടി ഒരു മെഡിക്കൽ വേസ്റ്റ് എന്ന നിലയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് പതിവ്. മൂലകോശങ്ങൾ സമ്പന്നമായി കാണപ്പെടുന്ന ശരീരകലകളും രക്തവും പൊക്കിൾക്കൊടിയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി രൂപപ്പെടാത്തതിനാൽ മൂലകോശങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. മറ്റു കോശങ്ങൾക്ക് പകരമായി ഇവ സ്ഥാപിക്കാൻ കഴിയും. മാത്രമല്ല, പുതിയ മൂലകോശങ്ങളുടെ പുനർ ഉൽപാദനത്തിനും ഇവയ്ക്ക് കഴിവുണ്ട്. ശരീരാവയവങ്ങളുടെയും കലകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാണ ഘടകങ്ങളാണ് ഈ കോശങ്ങൾ. അസ്ഥിമജ്ജ, പല്ലിന്റെ പൾപ്പ്, ഉപരിതല രക്തം, പൊക്കിൾക്കൊടി എന്നിങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് മൂലകോശങ്ങൾ വേർതിരിച്ചെടുക്കുന്നത്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊക്കിൾക്കൊടി മൂലകോശങ്ങൾ തന്നെ. ഈ കോശങ്ങളുടെ പ്രാരംഭ സ്വഭാവം, അളവിന്റെ ലഭ്യത, വേദനാരഹിതമായ പ്രക്രിയയിലൂടെയുള്ള ശേഖരണം, സ്വീകർത്താവിന്റെ ശരീരത്തെ ബാഹ്യവസ്തുവായി മൂലകോശങ്ങൾ കാണുകയും ആക്രമിക്കുകയും ചെയ്യുന്നതിനുള്ള സാധ്യത കുറവ് എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ പൊക്കിൾക്കൊടി മൂലകോശങ്ങൾക്കുണ്ട്. പൊക്കിൾക്കൊടി രക്തശേഖരണത്താൽ അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. പ്രസവത്തിന് മുമ്പ് മാതാപിതാക്കൾ ഒരു ഫോം പൂരിപ്പിക്കുകയും പൊക്കിൾക്കൊടി രക്തബാങ്കിങ്ങിനായി അവരുടെ സമ്മതം നൽകുകയും ചെയ്താൽ മാത്രം മതിയാകും. തുടർന്ന് ക്രയോബാങ്ക്സ് പൊക്കിൾക്കൊടി രക്തമൂലകോശ ബാങ്കിംഗ് പ്രക്രിയ ആരംഭിക്കുകയായി. ശേഖരിക്കപ്പെടുന്ന മൂലകോശങ്ങൾ സൂക്ഷിക്കുന്ന ഏജന്റ് ആയിട്ടാണ് ക്രയോബാങ്ക്സ് പ്രവർത്തിക്കുക. സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് വാഗ്ദാനം ചെയ്യുന്ന കാലയളവോളം ക്രയോബാങ്ക്സ് സാമ്പിൾ സൂക്ഷിക്കുന്നു. മൂലകോശം നൽകുന്നവരുടെ സ്വത്തായി തന്നെ ഈ സാമ്പിളുകൾ തുടരും. മൂലകോശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭേദമാക്കാവുന്ന ഏതെങ്കിലും രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ കുഞ്ഞിനോ മൊത്തം കുടുംബത്തിനോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സാമ്പിൾ ഉപയോഗിക്കാവുന്നതാണ്. വൈദ്യപരമായ ചികിത്സ ഇല്ലാത്തതും ജീവന് ഭീഷണി ഉയർത്തുന്നതുമായ ഏകദേശം 100 രോഗങ്ങൾക്കായി ഈ മൂലകോശങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. മൂലകോശ സംഭാവനകളുടെയും ചികിത്സയുടെയും കാരുണ്യത്താൽ ഓരോ 10 മിനിറ്റിലും ലോകത്തിൽ ഒരു കുഞ്ഞിന് പുതുജീവിതം ലഭിക്കുന്നു. വൻ സാധ്യതകളുടെ ലോകമാണ് മൂലകോശങ്ങൾ തുറന്നിടുന്നത്. ലൂക്കേമിയ, ലിംഫ് പ്രോളിഫെറേറ്റീവ് ഡിസോർഡേഴ്സ്, ഹിസ്റ്റോളിക് ഡിസോർഡേഴ്സ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ്, എറിത്രോസൈറ്റ് അബ്നോർമാലിറ്റീസ്, പ്രതിരോധ സംവിധാനത്തിനും പ്ലാസ്മ കോശങ്ങൾക്കും ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ്, മെലിഗ്നൻസികൾ എന്നിവ പോലെ ജീവന് ഭീഷണി ഉയരുന്ന സാഹചര്യങ്ങളിൽ ഏക പരിഹാരമാർഗം മൂലകോശങ്ങളാണെന്നത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മൊത്തം കുടുംബത്തിനുമുള്ള ഒരു ബയോളജിക്കൽ ഇൻഷുറൻസ് എന്ന രീതിയിലാണ് അടിസ്ഥാനപരമായി മൂലകോശ സംരക്ഷണത്തെ പരിഗണിക്കുന്നത്. ജനനത്തിന് ശേഷം പൊക്കിൾക്കൊടിയിൽ ഒരു ക്ലാമ്പ് ഇടുകയും തുടർന്ന് അത് മുറിച്ചെടുക്കുകയും ചെയ്യുന്നു. വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള വ്യക്തികളാണ് പൊക്കിൾക്കൊടി ഞരമ്പിൽ നിന്നും പൊക്കിൾക്കൊടി രക്തം ശേഖരിക്കുന്നത്. ഇങ്ങനെ ശേഖരിക്കുന്ന രക്തം ഉടമസ്ഥ അവകാശമുള്ള ട്രാൻസ്ഫർ കിറ്റുകളിൽ ഭദ്രമായി പാക്ക് ചെയ്യുകയും 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങളുടെ ലാബുകളിൽ എത്തിക്കുകയും ചെയ്യുന്നു. സാമ്പിളിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നു. പരമാവധി സുരക്ഷയ്ക്കായി ആവശ്യമായ പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്യുന്നു. പരമാവധി എണ്ണം മൂലകോശങ്ങൾ ലഭിക്കുന്നതിനായി പേറ്റന്റ് ഉള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പൊക്കിൾക്കൊടി രക്തം സംസ്കരിച്ചെടുക്കുന്നത്. എൻഡ് പ്രോഡക്റ്റ് 21 വർഷത്തേക്ക് -196 ഡിഗ്രി സെൽഷ്യസിൽ സംഭരിക്കുന്നു.
പ്രസവ സമയത്ത് പൊക്കിൾക്കൊടി രക്തം ശേഖരിക്കുന്നതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ളവരും പരിശീലനം ലഭിച്ചിട്ടുള്ള പ്രൊഫഷണലുകളും ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ടീമിന്റെ സേവനം 24/7 ക്രയോ ബാങ്ക്സ് ഒരുക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞുടൻ പൊക്കിൾക്കൊടി രക്തം ഭൂഗുരുത്വ പ്രക്രിയ ഉപയോഗിച്ച് പ്രത്യേക ഹെപ്പാരിൻ ഫ്രീ ബാഗുകളിലേക്ക് ഒഴുക്കുന്നു. 15 സെന്റിമീറ്റർ നീളമുള്ള പൊക്കിൾക്കൊടി കലയാകട്ടെ കൂടുതൽ സംസ്കരണത്തിനും സംഭരണത്തിനുമായി ക്രയോ ബാങ്ക്സിലേക്ക് കൊണ്ടുപോകുന്നതിന് പ്രത്യേക വയലുകളിൽ ശേഖരിക്കുന്നു. സാമ്പിൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കളക്ഷൻ കിറ്റിനും തുല്യ പ്രാധാന്യമുണ്ട്. അന്തർദേശീയ മാനദണ്ഡങ്ങളും പാക്കേജിംഗ് നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള സവിശേഷ കിറ്റാണിത്. ഈ കിറ്റിൽ ഒരു സവിശേഷമായ മൂടിയുടെ രൂപത്തിലുള്ള ജെൽ പാക്ക് ഉണ്ട്. ശേഖരണ ബാഗ് മുഴുവനായി അടയുന്നുണ്ട് എന്നും കൊണ്ടുപോകുന്ന വേളയിൽ നല്ല രീതിയിൽ ടെമ്പറേച്ചർ പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിനാണ് ഈ ജെൽ പാക്ക് ഉപയോഗിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ടെമ്പറേച്ചർ നിലയിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകുന്നില്ല എന്നും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ടെമ്പറേച്ചർ പരിപാലിക്കപ്പെടുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതാണ് സാമ്പിളിന്റെ വയബിലിറ്റിയെ ബാധിക്കുന്ന ഏറ്റവും സുപ്രധാന ഘടകം. ഇതിനുവേണ്ടി തെർമോ ഇൻസുലേറ്റിംഗ് ഫോയിലും തെർമോകോൾ പാക്കും ഉപയോഗിച്ചുകൊണ്ട് കളക്ഷൻ കിറ്റിന് 3 പാളികളുള്ള തെർമോ ഇൻസുലേഷൻ നൽകിയിട്ടുണ്ട്. സാമ്പിൾ സമയത്തെടുക്കാനും ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുമുള്ള ലോജിസ്റ്റിക് സംവിധാനമാണ് പൊക്കിൾക്കൊടി രക്തബാങ്കിംഗ് പ്രവർത്തനത്തിന്റെ സുപ്രധാന ഘടകങ്ങളിലൊന്ന്. സംസ്കരണ കേന്ദ്രത്തിൽ ഏറ്റവും പെട്ടെന്ന് സാമ്പിൾ എത്തുന്നുവെന്ന് ഉറപ്പിക്കുന്നതിന് ക്രയോ ബാങ്ക്സിന് രാജ്യത്തിലുടനീളം നല്ല പരസ്പര ബന്ധമുള്ള നെറ്റ്വർക്കുണ്ട്. സാമ്പിളുകൾ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്നത് ഞങ്ങളുടെ ചാനൽ പങ്കാളികളാണ്. ഞങ്ങളുടെ ഗുണനിലവാര പ്രതിബദ്ധതകളോട് കിടപിടിക്കുന്ന തരത്തിൽ സ്വന്തം മേഖലയിൽ അതീവ വൈദഗ്ധ്യമുള്ള കമ്പനികളാണ് ഞങ്ങളുടെ പങ്കാളികൾ. പൊക്കിൾക്കൊടി രക്തം ഒരു ബയോളജിക്കൽ സാമ്പിൾ ആയതിനാൽ കൊണ്ടുപോകുന്ന വേളയിൽ എക്സ്റേ സ്കാനിംഗ് വിധേയമാക്കാതിരിക്കാൻ സവിശേഷ എക്സ്റേ സ്കാനിംഗ് ഒഴിവാക്കൽ സർട്ടിഫിക്കേഷനുകളും സാമ്പിളിൽ പതിച്ചിരിക്കും. ലോകത്തിലെ മുൻനിര പൊക്കിൾക്കൊടി രക്തബാങ്കിംഗ് സ്ഥാപനമായ ക്രയോ ബാങ്ക്സ് ആശ്രയിക്കുന്നത് FACT AABB അക്രഡിറ്റേഷനുകളെയാണ്. ബയോസേഫ് സ്വിറ്റ്സർലൻഡിന്റെ സമ്പൂർണ്ണ സഹകരണത്തിൽ CPACS എന്നറിയപ്പെടുന്ന സ്വിസ് സാങ്കേതിക വിദ്യയിലൂടെയാണ് പൊക്കിൾക്കൊടി രക്തം സംസ്കരിക്കുന്നത്. ഇതിന്റെ ഫലമായി 52% അധികം മൂലകോശങ്ങൾ ലഭിക്കുന്നു. ഒപ്പം സെൽ ഡാമേജ് ലഘൂകരിക്കുന്നു. യൂണിറ്റിന്റെ മിക്സിംഗ് അപകട സാധ്യതയും ഇല്ലാതാക്കുന്നു. FDA അംഗീകൃത ഈ സാങ്കേതിക വിദ്യ മുഴുവനായും ഓട്ടോമേറ്റ് ചെയ്തതാണ്. പൊക്കിൾക്കൊടി രക്ത സംസ്കരണത്തിനായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ അക്രഡിറ്റേഷൻ വാങ്ങിയിട്ടുള്ള സാങ്കേതിക വിദ്യയും ഇതുതന്നെ. മൂലകോശങ്ങളുടെ ഏറ്റവും കൂടിയ റിക്കവറി ഇത് ഉറപ്പുതരുന്നു. ഭൂമുഖത്തുള്ള പൊതുമേഖലാ പൊക്കിൾക്കൊടി ബാങ്കുകളിൽ 70% ഈ സാങ്കേതിക വിദ്യയുടെ സുസ്ഥിര ഫലങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നു. സെൻസർ അടിസ്ഥാനമാക്കിയുള്ള സെപ്പറേഷൻ രീതി സാങ്കേതിക വിദ്യയ്ക്ക് പരമാവധി കൃത്യതയും സുസ്ഥിര ഫലങ്ങളും നൽകുന്നു. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ മെഡിക്കൽ നിയന്ത്രണാധികാര സ്ഥാപനങ്ങൾ ഈ സാങ്കേതിക വിദ്യയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളതിനാൽ ലോകത്തെവിടെയും ഒരു തടസ്സവുമില്ലാതെ സ്വതന്ത്രമായി സാമ്പിൾ ഉപയോഗിക്കുവാനും കഴിയുന്നു. ഫലങ്ങളുടെ കാര്യത്തിൽ CPACS സാങ്കേതിക വിദ്യ ഇതിനകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലോകമെമ്പാടുമായി ഇതുവരെ ഏകദേശം 3,50,000 സാമ്പിളുകൾ വിജയകരമായി സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മൂലകോശ ട്രാൻസ്പ്ലാന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ഏകദേശം 14,000 ട്രാൻസ്പ്ലാന്റുകൾ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഇവയിലൂടെ ഈ സാങ്കേതിക വിദ്യയുടെ വൈദഗ്ധ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എക്സ്പാൻഡ് ടെക്നിക്കാണ് ക്രയോ ബാങ്ക്സ് ഉപയോഗിക്കുന്നത്. ഫലപ്രദമായ ചികിത്സാപര ഉപയോഗങ്ങൾക്കായി കൂടുതൽ അളവിൽ ഉയർന്ന വയബിലിറ്റിയുള്ള കോശകങ്ങൾ ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് ഏറ്റവും സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ശരീരകളകൾ വളർത്തി എടുക്കുന്നതിനുള്ള എൻസൈമാറ്റിക് അല്ലാത്ത രീതിയാണിത്. ഏറ്റവും വിലപ്പെട്ട കോഡ് ടിഷ്യൂ MSCകളുടെ നഷ്ടം ഇത് ഒഴിവാക്കുന്നു.
സെല്ലുലാർ തെറാപ്പി രംഗത്തെ മുൻനിര സ്ഥാപനമായ ഡാവിൻസി ബയോസയൻസും ഒത്തുള്ള സവിശേഷ പങ്കാളിത്തത്തിലൂടെയാണ് ക്രയോബാങ്ക്സ് ഈ സാങ്കേതിക വിദ്യ പ്രത്യേകമായി നൽകി വരുന്നത്. മനുഷ്യരിലെ ക്ലിനിക്കൽ പ്രയോഗങ്ങൾക്കായി ഈ സാങ്കേതിക വിദ്യയ്ക്ക് പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ത്യയിലെ ICMR പോലെയുള്ള റെഗുലേറ്ററി അതോറിറ്റികളുടെ മാർഗനിർദ്ദേശപ്രകാരം ചികിത്സകളിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് അനുമതിയുണ്ട്. ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് സെല്ലുലാർ തെറാപ്പിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കോശകങ്ങൾ നൽകുന്നതിന് ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ചികിത്സയ്ക്കായി മൂലകോശങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട ആവശ്യകതകളുടെ എല്ലാ ടെസ്റ്റുകളും ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. ടെസ്റ്റിംഗ് ആണ് അടുത്ത സുപ്രധാന ഘട്ടം. കാരണം മുഴുവൻ സംസ്കരണത്തിന്റെയും സംഭരണത്തിന്റെയും ഗുണനിലവാരം നിർണ്ണയിക്കുന്നത് NABL അംഗീകരിച്ചിട്ടുള്ള പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ട് ഉയർന്ന കൃത്യതയും ഓട്ടോമേറ്റഡുമായ ഉപകരണങ്ങളിലൂടെയാണ് വിവിധ ടെസ്റ്റുകൾ നിർവഹിക്കപ്പെടുന്നത്. ക്രിട്ടിക്കൽ ഘടകങ്ങൾക്കായി പൊക്കിൾക്കൊടി രക്തം ടെസ്റ്റ് ചെയ്യുന്നു. ISCT മാർഗനിർദ്ദേശപ്രകാരം കോഡ് ടിഷ്യൂ ടെസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് അമ്മയുടെ രക്തം ഇനി പറയുന്നവയ്ക്കായി ടെസ്റ്റ് ചെയ്യുന്നു. സാംക്രമിക രോഗ സൂചനകൾ ഉണ്ടോ എന്നറിയുന്നതിന് NAT സ്ഥിരീകരണ ടെസ്റ്റിംഗിന് ഭാവിയിൽ ഉദ്ദേശിക്കപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സയ്ക്കായി മൂലകോശങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതിന് ഉൽപ്പന്നത്തിന്റെ സംഭരണത്തിനു മുമ്പ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത് വളരെ പ്രധാനമാണ്. ഭാവിയിൽ കുഞ്ഞിന്റെയോ അടുത്ത കുടുംബാംഗത്തിന്റെയോ ആവശ്യത്തിനായോ കമ്മ്യൂണിറ്റിയിലെ ട്രാൻസ്പ്ലാന്റേഷനിൽ നിന്നും പ്രയോജനമുണ്ടായേക്കാവുന്ന ഏതെങ്കിലും ഒരു അംഗത്തിനായോ മൂലകോശം ലഭ്യമാക്കുക എന്നതാണ് പൊക്കിൾക്കൊടി രക്തമൂലകോശങ്ങൾ ശേഖരിക്കുന്നതിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും മികച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ളതാണ് ക്രയോബാങ്ക്സിന്റെ സംഭരണ സംവിധാനം. വാതക രൂപത്തിലുള്ള നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് മൂലകോശങ്ങൾ ക്രയോജനിക്കലായി സംഭരിക്കുന്നത്. ആജീവനാന്തം മൂലകോശങ്ങൾ സൂക്ഷിക്കുന്നതിനായി സമ്പൂർണ്ണ ബാക്കപ്പും പരാജയം സംഭവിക്കാതിരിക്കാനുമുള്ള മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. ഗുണനിലവാര നിയന്ത്രണ സാമ്പിളുകളും സംഭരണ ഗുണനിലവാരത്തിന്റെ നിരന്തര നിരീക്ഷണത്തിനായി രേഖപ്പെടുത്തിയിട്ടുള്ള ഡാറ്റയും ഉപയോഗിച്ച് പതിവായി സംഭരണം പരിശോധിക്കുന്നു. ആഗോള മാനദണ്ഡങ്ങളാണ് ക്രയോബാങ്ക്സ് പാലിക്കുന്നത്. ഏറ്റവും കർശന വ്യവസ്ഥകളുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള അക്രഡിറ്റേഷനുകളും സർട്ടിഫിക്കേഷനുകളും ക്രയോബാങ്ക്സ് നേടിയിട്ടുണ്ട്. ക്രയോബാങ്ക്സിന് അക്രഡിറ്റേഷൻ നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഇവയാണ്: പൊക്കിൾക്കൊടി രക്തത്തിനും ശരീരകോശങ്ങൾക്കുമായി AABB, NABL, പൊക്കിൾക്കൊടി രക്തത്തിനും ശരീരകലയ്ക്കുമായി ISO സർട്ടിഫിക്കേഷൻ, DGCI അനുമതി, പൊക്കിൾക്കൊടി രക്തത്തിനും പൊക്കിൾക്കൊടി കലയ്ക്കുമായി CGMP സർട്ടിഫിക്കേഷൻ. ക്രയോബാങ്ക്സിന് ആഗോള അംഗീകാരവും ബിസിനസ് ബിസ്, ET Now എന്നീ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വിശ്വാസ്യതയുടെ ഉയർന്ന തലത്തെയാണ് ഈ അംഗീകാരവും പുരസ്കാരങ്ങളും രേഖപ്പെടുത്തുന്നത്. ക്രയോബാങ്ക്സ് ഏറ്റെടുക്കുന്ന ഓരോ പ്രതിബദ്ധതയ്ക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പായും നൽകുന്നതിന് പിന്തുണയ്ക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇനി പറയുന്നവയാണ് സർട്ടിഫിക്കറ്റുകൾ: ബയോസേഫിൽ നിന്നും ക്രയോബാങ്ക്സിൽ നിന്നുമുള്ള CPAC സർട്ടിഫിക്കറ്റ്, വ്യക്തമായിട്ടുള്ള എല്ലാ ടെസ്റ്റ് ഫലങ്ങളുമൊത്ത് പൊക്കിൾക്കൊടി രക്തം സംസ്കരിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ISCT മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമുള്ള എല്ലാ ടെസ്റ്റിംഗ് ഫലങ്ങളുമൊത്ത് ഉള്ള എക്സ്പ്ലാന്റ് സർട്ടിഫിക്കറ്റ്, എല്ലാ ഓഫറിംഗ്സിനും ഉള്ള സർട്ടിഫിക്കറ്റ്. പ്രക്രിയയുടെ വ്യത്യസ്ത ഘട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും ഏർപ്പെടുന്ന ഞങ്ങളുടെ ടെക്നോക്രാറ്റുകൾക്ക് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്. ഈ മേഖലയിൽ അവർക്ക് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യതകളും വൈദഗ്ധ്യ തലങ്ങളും
അറിവും പ്രതിബദ്ധതയും അനുഭവ സമ്പത്തുമുണ്ട്. USA സർട്ടിഫിക്കേഷനുള്ള ലബോറട്ടറി മാനേജേഴ്സ്, ടെക്നീഷ്യൻസ്, ബാക്ക് ഓഫീസ് സ്റ്റാഫ്സ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ്സ് എന്നിവർ അടങ്ങുന്നതാണ് ഞങ്ങളുടെ ടീം. ഞങ്ങളുടെ സേവന സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് മികച്ച വിദ്യാഭ്യാസ യോഗ്യതയും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമുള്ള ഡോക്ടർമാരുടെ ഒരു പാനലുമുണ്ട്. സമ്പന്നമായ ക്ലിനിക്കൽ മികവിലൂടെ ഈ മികച്ച പാനൽ പലരുടെയും ജീവിതങ്ങൾ സമ്പന്നമാക്കുന്നു. KFC, പെപ്സി, നൈക്ക്, പിസ്സ ഹട്ട് എന്നീ പ്രശസ്ത ആഗോള ബ്രാൻഡുകളെ ഇന്ത്യയിലേക്ക് എത്തിച്ച ഇന്റർനാഷണൽ കമ്പനിയായ RJ ഗ്രൂപ്പ് 2006 തന്നെ ലൈഫ് ഫോഴ്സ് ക്രയോബാങ്ക്സ് ഇന്റർനാഷണൽ ഇന്ത്യ സ്ഥാപിച്ചു. ഹരിയാനയിലെ ഗുർഗാവിലാണ് 28,000 ചതുരശ്ര അടിയിൽ ക്രയോബാങ്ക്സ് ഇന്റർനാഷണൽ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെയുള്ള സംവിധാനങ്ങൾ എല്ലാം US-ലുള്ള ക്രയോബാങ്ക്സ് സംവിധാനങ്ങൾക്ക് സമാനമാണ്. കമ്പനിയുടെ പ്രവർത്തന മേഖലകളിലെല്ലാം സേവന വിതരണത്തിന്റെ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മികവിനും വിശ്വാസ്യതയ്ക്കും പ്രശസ്തി ആർജിച്ചിട്ടുള്ള സ്ഥാപനമാണ് RJ ഗ്രൂപ്പ്. മികച്ച സാക്ഷ്യപത്രങ്ങളുള്ള ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രൊഫഷണലുകളെയാണ് ക്രയോബാങ്ക്സ് നിയമിച്ചിരിക്കുന്നത്. സേവന വിതരണത്തിൽ ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതിന് ഓരോ സ്റ്റാഫ് അംഗവും കർശനമായ പരിശീലന പ്രോഗ്രാമിലൂടെ കടന്നുപോകുന്നു. ഒരു രക്ഷകർത്താവെന്ന നിലയിൽ കുഞ്ഞിന് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണിത്. പുനരുജ്ജീവിക്കപ്പെട്ട ജീവിതത്തിന്റെ ഒരു വാഗ്ദാനമാണിത്. നിങ്ങൾ നൽകുന്നത് ഒരു ജീവിതമാണ്, അളക്കാൻ പറ്റാത്തത്രയും അമൂല്യം.